മീറ കളക്ഷൻസ് ആകർഷകമായ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മീറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ, ടോപ്പുകൾ, കോട്ട് സെറ്റുകൾ, ചുരിദാർ മെറ്റീരിയൽ, കുർത്തീസ്, പാന്റ്സ്, ഇന്നർ വെയേഴ്സ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മീറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ്സ് തോന്നൂർക്കര. കുത്താമ്പുള്ളി കൈത്തറിക്ക് പുതിയ ഭാവവും രൂപവും ഒരുക്കി പഴയന്നൂരിലെ ജ്യോതിയും ഷീബയും. ഓണക്കാലത്ത് വ്യത്യസ്തമായ ഡിസൈനുകൾ ഒരുക്കി ഫാഷൻ രംഗത്തെ തരംഗമാവുകയാണ് ഇവർ. അത്തം പിറന്നതോടെ ഓണാഘോഷങ്ങൾക്ക് നിറം പകരാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടിയില്ലാതെ ഒരാഘോഷവും പൂർണ്ണമാകില്ല. എന്നാൽ നമ്മുടെ ഓണക്കോടികൾക്ക് പുതിയ ഭാവം നൽകുന്ന അധികം ആരും അറിയാത്ത ചില കലാകാരന്മാരുണ്ട്. വസ്ത്രവിസ്മയങ്ങളിൽ വർണ്ണചാരുതയേകുന്ന ഇവരുടെ കൈകളിലൂടെയാണ് ഓരോ പുതിയ ഫാഷൻ ഡിസൈനും പിറവിയെടുക്കുന്നത്. ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന കുത്താമ്പുള്ളി കൈത്തറിക്ക് പുത്തൻ ഭംഗി നൽകുന്ന പഴയന്നൂരിലെ വടക്കേത്തറയിലുള്ള ജ്യോതിയും ഷീബയുമാണ് ഈ നെയ്ത്തുകാർക്ക് നിറം പകരുന്നവർ. ട്രെൻഡിനനുസരിച്ചുള്ള അടിപൊളി ഡിസൈനുകളാണ് ഇവർ സാരികളിൽ ഒരുക്കുന്നത്. 30 വർഷമായി ഈ രംഗത്തുള്ള തിരുവില്ലാമല പട്ടിപ്പറമ്പിലുള്ള PK രവീന്ദ്രന്റെ കീഴിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. സാരികളിലെ സ്ഥിരം പാറ്റേണുകളിൽ നിന്നും മാറി ചിന്തിച്ചതോടെയാണ് കുത്താമ്പുള്ളി കൈത്തറിക്ക് പുതിയ രൂപം കൈവന്നത്. ഭൗമസൂചിക പട്ടികയിൽ ഇടം പിടിച്ചതോടെ കുത്താമ്പുള്ളി എന്ന ഗ്രാമം ലോക പ്രശസ്തമായി. ഉപഭോക്താക്കളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കും ട്രെൻഡിനും അനുയോജ്യമായ ഡിസൈനുകൾ ഇറക്കുകയെന്നത് വലിയൊരു വെല്ലുവിളിയാണെന്ന് ജ്യോതിയും ഷീബയും പറയുന്നു. ഡിസൈനുകൾ ഒരുക്കുന്നതിലൂടെയാണ് ഇവരുടെയെല്ലാം ജീവിതചക്രത്തെ ചലിപ്പിക്കുന്നത്. ഓണവും വിഷുവുമാണ് ഏറ്റവും വലിയ വിപണി. ഈ സമയങ്ങളിൽ കുത്താമ്പുള്ളിയിലെ പല പ്രമുഖ കൈത്തറി ഉൽപാദകരും ഇവരെ തേടിയെത്താറുണ്ട്. ഇത്തവണ ആലില, റോസ്, വാഴയില, കഥകളി, തെയ്യം, താമര, മ്യൂറൽ ഡിസൈനുകൾ എന്നിവയെല്ലാം സാരികളിൽ സ്ക്രീൻ പ്രിന്റിംഗിലൂടെ ഇവർ അവതരിപ്പിച്ചു കഴിഞ്ഞു. സെറ്റ് സാരി, സെറ്റുമുണ്ട്, കളർ കൈത്തറി എന്നിവയിലെല്ലാം ഇവർ വർണ്ണചാരുതയേകും. മയിൽപീലി, തുളസിക്കതിർ എന്നിവ ഗുരുവായൂരിലേക്കുള്ള വസ്ത്രങ്ങളിലെ സ്ഥിരം ഡിസൈനുകളാണ്. വിഷുക്കാലമായാൽ വ്യത്യസ്ത രീതികളിൽ കണിക്കുന്ന ഡിസൈനുകളും ഒരുക്കും. കമ്പ്യൂട്ടറിൽ ഡിസൈനുകൾ തയ്യാറാക്കി ഫിലിമാക്കി എംബോസ് ചെയ്ത് സ്ക്രീനിങ്ങിനായി ഇവർക്ക് കൈമാറുന്നത് രവീന്ദ്രനാണ്. തുടർന്ന് അനുയോജ്യമായ വർണ്ണങ്ങൾ ചേർത്ത് പ്രിന്റ് ചെയ്യുന്നതോടെ സാരിയുടെ രൂപവും ഭാവവും മാറും. പ്രിന്റിംഗ് കഴിഞ്ഞ് ഉണങ്ങിയ ശേഷം വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് വിപണിയിലെത്തിക്കുക. ജ്യോതിയുടെ വീടിന്റെ റൂഫ് ടോപ്പാണ് അവരുടെ പണിശാലയായി മാറിയത്. പിന്നെ എടത്തോടി ശിവരാമേട്ടൻ, ബാലൻ ഇവരൊക്കെ വരാറുണ്ട്. അവർക്ക് ഞങ്ങൾ മെയിൻ പാർട്ടികളാണ്. ഇപ്പോൾ ഓണായിട്ട് ഒരുപാട് പാർട്ടികൾ വന്ന് കൂടിയുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വിഷുവിന് ഓരോ വിഷുവിന് ഇപ്പോൾ അടുത്ത മോഡൽ ഞങ്ങൾ മാറ്റും. അടുത്ത വിഷുവിന് വേറെ മോഡൽ ഇത് മാറ്റും. ഈ സ്ക്രീനൊക്കെ ഇവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഈ സ്ക്രീനൊക്കെ നമ്മൾക്ക് തന്നെ എടുക്കാൻ അറിയും. ഞാൻ 10-30 വർഷമായിട്ട് അത് ഈരോട്, ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെയായിരുന്നു. ഇതേ വർക്ക് ചെയ്യുന്നത്. ഞാൻ സിൽക്ക് സാരി ഫാക്ടറിയിൽ ഡിസൈനിങ് ചെയ്യായിരുന്നു. ഇവിടെ വന്ന് ഒരുപാട് ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടു. സത്യത്തിൽ സ്റ്റിക്കർ വർക്കായിരുന്നു ആദ്യം. ഗുരുവായൂരപ്പൻ തോണി വീടിന് ഐശ്വര്യം പറഞ്ഞിട്ട് ആ സ്റ്റിക്കർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സാരി ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ടേബിൾ ശരിക്കും വാക്സാണ് തേക്കുക, മെഴുക്. ഈ മെഴുക് തേച്ചിട്ടാണ് ഇത് വെക്കുക. പക്ഷെ ഞങ്ങൾ സ്റ്റിക്കർ വർക്ക് ചെയ്തപ്പോൾ ഞാനും എൻ്റെ അളിയും കൂടി സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഞങ്ങൾ സ്റ്റിക്കർ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിക്കറിൻ്റെ ഗമ്മ് വെള്ളയാണ്. ആ സ്റ്റിക്കർ ഒട്ടെങ്കിൽ ഈ തുണി ഒട്ടിക്കൂടെ പറഞ്ഞിട്ട് ഞങ്ങളത് ഇറക്കി. സത്യത്തിൽ ഈ ഗമ്മ് പറഞ്ഞ സാധനം ഇപ്പോൾ കോടിക്കണക്കിന് പ്രൊഡക്ഷൻ ആയിക്കൊണ്ടിരിക്കുക. ഈ ഇറക്കിയ ആൾക്ക് അറിയില്ല ആരത് ഇറക്കിയെന്നുള്ളത്. ഞങ്ങൾ ഇറക്കിയത് ഗമ്മ് ഞങ്ങൾക്ക് കിട്ടാൻ പ്രയാസമാണ്. സ്റ്റിക്കർ ഗമ്മ് ടേബിൾ ഒട്ടി, അത് ഓക്കെ. ഇപ്പം എന്താ കണ്ടുപിടിച്ച അത് ഇഷ്ടം പോലെ പ്രൊഡക്ഷനായി. CCV ന്യൂസ്, തിരുവല്ലോമല.